ചില ആളുകളെ ജീവിതം പലതവണ തകർക്കും. ബന്ധങ്ങൾ തകരും, പൈസ പോകും, മെൻ്റൽ പ്രഷർ വരും. പക്ഷെ സംഹൗ അവർ വീണ്ടും എഴുന്നേൽക്കും. അതാണ് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാരെ പുറത്തേക്ക് നല്ല കാമായിട്ട് തോന്നും, നല്ല ഡീസൻ്റ് ആയിരിക്കും, പോസിറ്റീവാണ്, സോഫ്റ്റായിട്ട് സംസാരിക്കുള്ളൂ. പക്ഷെ ഉള്ളിൽ ഒരുപാട് ഇമോഷണലായിട്ടുള്ള ബാറ്റിൽ ക്യാരി ചെയ്യുന്നവരാണ്. അതായത് ഇമോഷണലി നല്ല യുദ്ധം തന്നെ നടത്തുന്നുണ്ടാവും. ഇവർക്ക് സമാധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രാമ ഇഷ്ടമല്ല, ഫേക്ക് ആളുകളെ ഇഷ്ടമല്ല. മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് സ്ലോലി മെല്ലെ മാറി നിൽക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? നിങ്ങളെല്ലാവരും ഓവറായിട്ട് വിശ്വസിക്കും. പുണർന്ന നക്ഷത്രക്കാർ ഒരാളെ വിശ്വസിച്ചാൽ മുഴുവൻ മനസ്സോടെ വിശ്വസിക്കും. അതുകൊണ്ട് ഒരു ബിട്രയൽ വന്നാൽ പുറത്ത് കാമായിരിക്കും, പക്ഷെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് നോളേജ് ഇഷ്ടമാണ്, അതായത് സ്പിരിച്വാലിറ്റി, സൈക്കോളജി, ടീച്ചിങ്, ഡീപ്പ് കോൺവെർസേഷൻ. പക്ഷെ ഒറ്റപ്പെടൽ കൂടി വരുമ്പോൾ മനസ്സ് രാത്രിയിൽ ഇങ്ങനെ തിങ്ക് ചെയ്തും കൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊരു ഹിഡൻ ഫിയർ ഉണ്ട്, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ടോക്സിക് ആളുകളെയും ഹോൾഡ് ചെയ്തത് നിൽക്കും. ഇത് പോവാൻ സാധ്യതയുണ്ട്. മെയ് മാസം പുണർന്ന നക്ഷത്രക്കാർക്ക് ഇമോഷണലി നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കരിയറിൽ സ്ലോ ആയ ഫീലിങ്സ്, റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, പണത്തിൻ്റെ പ്രഷർ ഉണ്ടായിരുന്നു, മോട്ടിവേഷനും ഇല്ലാതായി. പുറത്ത് സ്മൈൽ ഉണ്ടെങ്കിലും ഉള്ളിൽ എല്ലാം ശരിയാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചിലർക്ക് പഴയ മെമ്മറീസ് ട്രിഗർ ആയിട്ടുണ്ടാവും, ചിലർക്ക് ഞാൻ പോരാ എന്നൊരു ഫീലിങ്സ് വന്നിട്ടുണ്ടാവും. പക്ഷേ ജൂൺ മാസം പുണർന്ന നക്ഷത്രക്കാർക്ക് ഒരു റിക്കവറി മന്താണ്. കരിയർ സൈഡിൽ സ്ലോ ആയിട്ടുള്ള വ്യത്യാസം വരും, മെല്ലെ ഒരു വ്യത്യാസം വരും. കരിയർ സൈഡിൽ സ്ലോ ആയിട്ടുണ്ടാവുന്നവർക്ക് ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ച് കാണാൻ പറ്റും. പുതിയ ഓപ്പർച്യൂണിറ്റി മെല്ലെ വരുള്ളൂ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതായത് നിങ്ങളുടെ സംസാരം അതിന് ബെനിഫിറ്റ് ചെയ്യും. ടീച്ചിങ്, മീഡിയ, കൺസൾട്ടിങ്, എഴുത്ത്, ഇവയിൽ ലക്ക് ആക്റ്റീവാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ലേസിനെസ്, അതായത് ഉഴപ്പ് അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സംശയം കാരണം ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാനും സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പ് സൈഡ് കുറച്ച് ഇമോഷണലാണ്. അതുകൊണ്ട് പഴയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് ശരിയാകും. ഒരു ജെന്യുവിൻ കണക്ഷൻ ഫീൽ എന്തായാലും വരും. സിംഗിളായവർക്ക് കംഫർട്ട് നൽകുന്ന ഒരാൾ എന്തായാലും വരും. കമ്മിറ്റഡ് ആയവർക്ക് ഇമോഷണലായിട്ടുള്ള ബോണ്ടിങ് കുറച്ചും കൂടി കൂടാം. പക്ഷേ ഓവർ അറ്റാച്ച്മെൻറ്റ് ഡേഞ്ചറസ് ആണ്. ഒരു ചെറിയ ചേഞ്ച് പോലും മനസ്സിനെ നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി സ്ലോലി ഇമ്പ്രൂവ് ആകാം. കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ചോദിക്കണം കൊണ്ട് ഒരു മടി നിങ്ങൾ കാണിക്കരുത്, ചോദിച്ച് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇമോഷണലി സ്പെൻഡിങ് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ഫാമിലി കമ്മിറ്റ്മെൻറ്റ്, മറ്റുള്ളവരെ സഹായിക്കണ ഒരു ത്വര, അതുപോലെ അൺനെസസറി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങൽ, ഇതൊക്കെ നിർത്തണം. പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് തന്നെ നിങ്ങൾക്ക് പറയണം. ജൂൺ മാസം നിങ്ങൾക്ക് വലിയൊരു യുദ്ധം തന്നെയായിരിക്കും. അതായത് നിങ്ങളുടെ പഴയ കാലവും നിങ്ങളുടെ വരാൻ പോണ കാലമായിട്ടുള്ള ഒരു ചെറിയൊരു യുദ്ധം. ഒരു സൈഡിൽ പഴയ വേദന മറക്കണം എന്നുണ്ടാവും, വേറൊരു സൈഡിൽ പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യണം എന്നും ഉണ്ടാവും. പുണർന്ന നക്ഷത്രക്കാർക്ക് ഒരു ആർക്കും അറിയാത്ത ഒരു ശീലമുണ്ട്. നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിലും നിങ്ങൾ ചിരിച്ചും കൊണ്ട് നിൽക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇമോഷണലി എക്സോസ്റ്റഡ് ആയാൽ നിങ്ങൾ അവരിൽ പെട്ടെന്ന് ഡിറ്റാച്ച് ചെയ്യും. നിങ്ങൾ തകരും, നിങ്ങൾ കരയും, നിങ്ങൾക്ക് വേണച്ച് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. പക്ഷെ വീണ്ടും എഴുന്നേൽക്കും. കാരണം സർവൈവൽ നിങ്ങളുടെ രക്തത്തിലുള്ളതാണ്. പുറത്ത് സമാധാനം, ഉള്ളിൽ പുനർജന്മം. അതാണ് പുണർദം നക്ഷത്രം.